ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ടൈറ്റിൽ തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അതായത് ഒരു മദ്യപാനിയിൽ നിന്ന്, അതായത് മുഴു കുടിയനായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തി ലോക പ്രശസ്തനാവുക, മെഗാസ്റ്റാർ ആവുക, സൂപ്പർ സ്റ്റാർ ആവുക, പണം കൊയ്യുന്ന ഒരു മെഷീൻ ആവുക, ആ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഈ വ്യക്തിയെക്കുറിച്ചിട്ടാണ്. അലക്സ് പെഹര. പലതരം വട്ടപ്പേരുകളുണ്ട്. ചാമ, പോത്താൻ എന്ന് വേണ്ട ഒരു മെഗാസ്റ്റാർ തന്നെയാണ്. പല പല പരിവേഷങ്ങളുണ്ട്. അപ്പോൾ പോത്താൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? പുള്ളി പച്ച കുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് കൊണ്ടുണ്ടാക്കിയ കൈകൾ, കൈകൾക്ക് കല്ലിൻ്റെ ശക്തി എന്നാണ് പോത്താൻ എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ബ്രസീലിൻ്റെ തെരുവിൽ അദ്ദേഹം അലക്ഷ്യമായിട്ട് ഒരു ലക്ഷ്യങ്ങളുമില്ലാതെ അദ്ദേഹം ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മദ്യപാനമായിരുന്നു, പലതരത്തിലുള്ള ദുസ്വഭാവങ്ങൾ, അമിതമായിട്ടുള്ള കുടി, ഒരു ലക്ഷ്യങ്ങളുമില്ല. അങ്ങനെ ഒരു ലക്ഷ്യങ്ങളുമില്ലാതെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് സ്വയവും പിന്നെ ബന്ധുമിത്രാദികളുടെ പ്രചോദനം കൊണ്ട് അദ്ദേഹം ഒരു സ്പോർട്ട് തിരഞ്ഞെടുത്തു. ഞാൻ സംസാരിക്കുന്നത് മനസ്സിലായി കാണുമല്ലോ, അലക്സ് പെരേരയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞ സ്പോർട്ടിലേക്ക് വരികയാണ്. അത് അത്രയും നാളത്തെ നെഗറ്റീവ് ഇമോഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു കിക്ക് ബോക്സിംഗ് ഒരു പാഷനായിട്ട് എടുത്തു. അതിൽ ഭയങ്കരമായിട്ടുള്ള മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ, അത് പൂർണ്ണമായിട്ട് അദ്ദേഹം അതിൽ തയ്യാറെടുത്തു. ഫുള്ളും എല്ലാം കൊടുത്തു. ഭയങ്കരമായിട്ടുള്ള പ്രാക്ടീസ്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ കൊടുത്തു. ആ കിക്ക് ബോക്സിംഗ് ലോകത്ത് അദ്ദേഹം കത്തിക്കേറി എന്നുള്ളതാണ്. ഈ കിക്ക് ബോക്സിംഗ് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്രായേൽ അഡിസാനിയയുടെ കൂടെയുള്ള ആ ഫൈറ്റ് അതിനകത്ത് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരുന്നു. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സമയം കൊണ്ട് ഇസ്രായേൽ അഡിസാനിയ, അതായത് അലക്സ് പെരേര കിക്ക് ബോക്സിങ്ങിൻ്റെ ലോകത്ത് കത്തിക്കേറി നിൽക്കുമ്പോൾ ഇസ്രായേൽ അഡിസാനിയ ആ സമയത്ത് കിക്ക് ബോക്സിംഗ് ആ ലോകത്തിൽ നിന്ന് മിക്സ്ഡ് മാർഷൽ ആർട്സിൽ വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മിക്സ്ഡ് മാർഷൽ ആർട്സിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകുന്നു. ഇനി കഥയുടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഇസ്രായേൽ അഡിസാനിയ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തപ്പോൾ അദ്ദേഹം ഈ അലക്സ് പെരേരയുടെ കാര്യം പറഞ്ഞു. അതായത് അവൻ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിപ്പോൾ ഒരു സൂപ്പർ താരമാണ്. കണ്ടോ, അലക്സിനിപ്പോൾ യാതൊരു ഭാവിയുമില്ല, അവനിപ്പോൾ എവിടെയൊക്കെയോ ഇരിക്കുന്നു, അവൻ്റെ റൂമിലിരിക്കുന്നു, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, അവനെവിടെ നിൽക്കുന്നു. ഇത് അലക്സ് പെരേര അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ ഒരു ഇമോഷണലായി, ഇൻസൾട്ടായി. പക്ഷേ ആ ഇൻസൾട്ട് പെട്ടെന്ന് തന്നെ, അദ്ദേഹം വളരെയധികം പോസിറ്റീവായിരുന്നു, ആ ഇൻസൾട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം ഒരു മോട്ടിവേഷനായി എടുത്തു. അദ്ദേഹം അവിടെ തീരുമാനിച്ചു കിക്ക് ബോക്സിംഗ് കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല, അദ്ദേഹം MMA ലോകത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഹൈലി പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായി മാറിക്കഴിഞ്ഞിരുന്നു. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം റിയാലിറ്റി ആക്കാനുള്ള ആ ഒരു പവർ അലക്സ് പെരേരയ്ക്ക് വന്നു കഴിഞ്ഞിരുന്നു. മിക്സ്ഡ് മാർഷൽ ആർട്സിലേക്ക് ഉള്ള പരിശ്രമം തുടങ്ങി, കഠിനമായ പരിശ്രമം, ഏതു നേരം അതിനെക്കുറിച്ചുള്ള ചിന്ത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, യൂണിവേഴ്സ് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. മിക്സ്ഡ് മാർഷൽ ആർട്സ് ലോകത്തിലും കത്തിക്കേറി ഡാന വൈറ്റിനെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡാന വൈറ്റിന് പിടികിട്ടുന്നു ഇത് ഇസ്രായേൽ അഡിസാനിയ തമ്മിലുള്ള സ്റ്റോറി ലൈൻ ഗംഭീരമായിരിക്കും എന്നുള്ളത്. അങ്ങനെ UFC-ലെത്തുന്നു. UFC-ലും കിക്ക് ബോക്സിംഗിൽ സംഭവിച്ച അത് തന്നെ സംഭവിക്കുന്നു. കത്തിക്കേറുന്നു, അലക്സ് പെരേരയുടെ സ്റ്റോക്ക് കത്തിക്കേറുന്നു, ഓരോരുത്തരെയും നിലംപരിശാക്കുന്നു. അങ്ങനെ ഫൈനലി ആ സുദിനം എത്തി. അതായത് അലക്സ് പെരേര, ഇസ്രായേൽ അഡിസാനിയ പോലും ഒരു ഫോർവേഡ് തിങ്കറാണ്.